ഹെവൻലി ഹോസ്റ്റിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയും ഷെക്കിന ടിവിയും ഒരുമിച്ച് ചെയ്യുന്ന ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ ഒരു ലൈവ് റിട്രീറ്റ് നമുക്ക് സന്തോഷത്തോടു കൂടി ഇതിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏഞ്ചൽസ് ആർമി മാഗസിൻ ഉപയോഗിക്കുന്നവർക്കും ഏഞ്ചൽസ് ആർമിയുടെ ശുശ്രൂഷകൾ ഇതിനു മുമ്പ് പങ്കെടുത്തേക്കുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കും. ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് വൂം കാറ്റ്, അടുത്തൊരു കാറ്റഗറിയാണ് ലാബ് കാറ്റ്, നെക്സ്റ്റ് കിഡ് കാറ്റ്, ടീ കാറ്റ്. നമുക്ക് ആദ്യത്തെ സെഷനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ സെഷനാണ് ലാബ് കാറ്റ്. പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ കാറ്റഗറിയിലെ കുട്ടികളെ ചേർത്ത് നിർത്തുക. ഇനി ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ പറയുന്ന കുഞ്ഞു കുട്ടികളാണ്. ലാബ് കാറ്റ് കാറ്റഗറിയിലുള്ള LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അതിന് താഴെയുള്ള മടിയിലിരുത്തി കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ കുഞ്ഞുങ്ങളോടാണ് ഞാൻ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ കുഞ്ഞുമക്കളെ, ആർ യു റെഡി? നിങ്ങൾ എന്തിനും തയ്യാറാണെന്ന് എനിക്കറിയാം. കാര്യം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഈശോയോടൊപ്പം കുറേ കുഞ്ഞുങ്ങൾ അല്ലേ? ഈശോയുടെ മടിയിലിരുന്ന് സന്തോഷത്തോടു കൂടി ഈശോ ആ കുഞ്ഞുങ്ങളുടെ ഒപ്പമായിരിക്കാൻ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്ക് അടിച്ചു പൊളിച്ച് തമ്പുരാന്റെ ഒപ്പം ഈശോയോടൊപ്പം നമുക്ക് ആർത്ത് പാടി സന്തോഷിച്ച് നല്ല ഡാൻസ് കളിച്ച് കുഞ്ഞു കുഞ്ഞു കഥകൾ കേട്ട് വചനം പഠിച്ച് സുഹൃതങ്ങളൊക്കെ ഉരുവിട്ട് അങ്ങനെ കർത്താവാണ് എനിക്ക് മോചനം നേടിത്തന്നെന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും പറയണ്ടേ? അതുകൊണ്ട് നമുക്ക് ലാബ് കാറ്റ് സെഷനിലേക്ക് എല്ലാ കുഞ്ഞു മക്കളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാക്കേ കാക്കേ കൂടെ വീടെ, ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഓർക്കും ഈ ധ്യാനത്തിന്റെ ആദ്യ സമയങ്ങളിൽ തന്നെ എന്താണിത് കാക്കേ കാക്കേ കൂടെ വിടെയാണോ പഠിപ്പിക്കാൻ വേണ്ടത്? കാണാം മക്കളെ, നമുക്ക് ഇതിന്റെ ഒപ്പം ദൈവത്തിന്റെ വലിയ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ആക്ഷൻ സോങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ എല്ലാവരും ചേർന്ന് നല്ലൊരു പാട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ പാട്ട് പാടും നമ്മളെ സഹായിക്കാനായിട്ട് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അവർ ചെയ്യുന്നത് നോക്കി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ആരും തന്നെ അമ്മയുടെ മടിയിലൊന്നും മടി പിടിച്ചിരിക്കരുത്, ഉഷാറായിട്ട് ചെയ്യണം. ആർ യു റെഡി? അത് നമ്മുടെ കൂട്ടുകാരോട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഇവിടെ പാട്ട് പാടിത്തരും. അവർ ചെയ്യുന്നത് നോക്കി നിങ്ങൾ അവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. കാക്കേ കാക്കേ കൂടെ വിടെ, കൂടിനകത്തൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കാക്കേ കാക്കേ കൂടെ വിടെ, കൂടിനകത്തൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിലൊതുക്കുമ്പോൾ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിലൊതുക്കുമ്പോൾ, അരുമകൾ താഴെ വീഴാതെ കൂടു ചമയ്ക്കും പ്രാവുകളും. അരുമകൾ താഴെ വീഴാതെ കൂടു ചമയ്ക്കും പ്രാവുകളും. നമ്മുടെ ദൈവം നമ്മെ നിത്യം കൺമണി പോലെ കാക്കുന്നു. നമ്മുടെ ദൈവം നമ്മെ നിത്യം കൺമണി പോലെ കാക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതിൻ്റെ ആക്ഷനൊക്കെ കണ്ടുപഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് കൈയൊക്കെ അടിച്ച് പാടാൻ പോവാണ്. ആർ യു റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. കൈകളൊക്കെ ഒന്ന് അടിച്ചു നിന്ന് കാക്കേ കാക്കേ കൂടെ വിടെ, കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ. കുഞ്ഞിനു
തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കാക്കേ കാക്കേ കൂടെവിടെ, കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിലൊതുക്കുമ്പോൾ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിലൊതുക്കുമ്പോൾ, അരുമകൾ താഴെ വീഴാതെ കൂടു ചമയ്ക്കും പ്രാവുകളും, അരുമകൾ താഴെ വീഴാതെ കൂടു ചമയ്ക്കും പ്രാവുകളും. നമ്മുടെ ദൈവം നമ്മെ നിത്യം കൺമണി പോലെ കാക്കുന്നു, നമ്മുടെ ദൈവം നമ്മെ നിത്യം കൺമണി പോലെ കാക്കുന്നു. കാക്കേ കാക്കേ കൂടെ വിടെ, കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കാക്കേ കാക്കേ കൂടെ വിടെ, കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കരങ്ങളടിയാം. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിലൊതുക്കുമ്പോൾ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിലൊതുക്കുമ്പോൾ, അരുമകൾ താഴെ വീഴാതെ കൂടു ചമയ്ക്കും പ്രാവുകളും, അരുമകൾ താഴെ വീഴാതെ കൂടു ചമയ്ക്കും പ്രാവുകളും. നമ്മുടെ ദൈവം നമ്മെ നിത്യം കൺമണി പോലെ കാക്കുന്നു, നമ്മുടെ ദൈവം നമ്മെ നിത്യം കൺമണി പോലെ കാക്കുന്നു. കാക്കേ കാക്കേ കൂടെ വിടെ, കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? കാക്കേ കാക്കേ കൂടെ ഇവിടെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ഒതുക്കുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മൾ എന്തുമാത്രം മനോഹരമായിട്ടാണ് പരിപാലിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾ ഓർത്ത് നോക്കേ, നിങ്ങളുടെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വീട്ടില് തള്ളക്കോഴി എന്തെങ്കിലും പേടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിക്കോഴി ഓടി, അപ്പൊ തള്ളക്കോഴി തന്റെ ചിറക് ഇങ്ങനെ പൊക്കി കൊടുക്കും, അതിന്റെ ഇടയിലേക്ക് കയറി തള്ളക്കോഴി ഇങ്ങനെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ ഉള്ളിൽ ഇങ്ങനെ കാത്തു പരിപാലിക്കും. അതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം, പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ ധ്യാനം ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് കുഞ്ഞ് കുട്ടികൾ എല്ലാവരും തന്നെ ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പാം. എല്ലാവരും കരങ്ങൾ കൂപ്പി പിടിച്ച് എല്ലാവരും ഓക്കെ, കരങ്ങളൊക്കെ കൂപ്പി നമ്മള് ഈശോന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. ഉണ്ണീശോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ണീശോയെ ഇഷ്ടമല്ലേ? ഉണ്ണീശോന്റെ മുഖം ഒന്ന് മനസ്സിലോർത്തെ. ഉണ്ണീശോയെ മനസ്സിലോർത്തുകൊണ്ട് ഈ ഉണ്ണീശോ എൻ്റെ കൂടെ എപ്പോഴുമുള്ള ഈശോ, ആ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ കൊടുത്തുകൊണ്ട് ഈ ഇരടികളിലൂടെ പാടി, എന്തിഷ്ടമാണ് ഈശോ നമ്മൾ പാടുന്നത് കേൾക്കാൻ. ഈശോ കൊതിക്കുകയാണ്. ഈശോ അത്രമാത്രം ഈശോക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയണ്ട. കണ്ടോ, ഈശോ പറയുകയാണ് കുഞ്ഞുങ്ങളെ തടയണ്ട, അവരെൻ്റെ അടുക്കൽ വരട്ടെ. അതുകൊണ്ട് കുഞ്ഞുമക്കളെ, നിങ്ങൾ കരങ്ങൾ കൂപ്പുമ്പോൾ ഈശോയെ മനസ്സിലൊന്നോർത്തെ. ഉണ്ണീശോ നിങ്ങളുടെ അടുത്ത്, തൊട്ടടുത്തുണ്ട്, തൊട്ടടുത്ത് നിങ്ങളുടെ കൂടെ. ആ ഈശോയെ കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി കരങ്ങൾ കൂപ്പി നമുക്ക് ഈ ഇരടി പാടിക്കൊണ്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാം. കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ. നീ വരൂ നീ വരൂ പൂന്തിങ്കളാ, നീ വരൂ നീ വരൂ പൂന്തന്നലാ, നീ വരൂ നീ വരൂ പൂന്തിങ്കളാ, നീ വരൂ നീ വരൂ പൂന്തന്നലാ. കുഞ്ഞുമക്കളെ, ഈശോ പറഞ്ഞത് കേട്ടില്ലേ? സ്വർഗത്തിൽ ഒരു നല്ല പൂന്തോട്ടം നമ്മൾക്ക് വേണ്ടി ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ട്.
ഈശോക്ക് എന്ത് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ. അതുകൊണ്ടല്ലേ ഈശോ കുഞ്ഞായി വന്ന് ഈ ഭൂമിയിൽ പിറന്നത്. ഈശോക്ക് വലുതായിട്ട് വരാൻ പറ്റുമായിരുന്നു, ഈശോക്ക് എന്തും സാധ്യമാ, എങ്ങനെയൊക്കെ വരാമായിരുന്നു ഈ ഭൂമിയിലേക്ക്. പക്ഷെ എന്തുകൊണ്ടാണ് ഈശോ കുഞ്ഞു വാവയായി മറിയത്തിന്റെ ഉദരത്തിൽ, കുഞ്ഞു വാവ ഈ ഭൂമിയിൽ ജനിച്ചു വീണു, കുഞ്ഞായി വളർന്ന് 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 നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഒന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള ഈശോയെ ഒന്ന് ഓർത്തു നോക്കിയേ. ഔസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ ഒപ്പം ഇങ്ങനെ കളിച്ച് നടന്ന ഈശോ കുസൃതി, കുഞ്ഞു കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ അമ്മ മാതാവ് ഇങ്ങനെ ചെവിട്ടികളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഔസേപ്പിതാവ് ഇങ്ങനെ അപ്പനെ പോലെ ഇങ്ങനെ കൈക്ക് പിടിച്ച്, ഉണ്ണീശോന്റെ കൈക്ക് പിടിച്ച് ഇങ്ങനെ അപ്പൻ നടത്തിയത്. നിങ്ങളിപ്പോൾ എന്തൊക്കെ കാണിക്കുന്നു അതുപോലെയൊക്കെ തന്നെ ഈശോ ജീവിച്ചതാണ് ഈ ഭൂമിയിൽ. അതുകൊണ്ടല്ലേ ഈശോ കുഞ്ഞായി വന്ന് പിറന്നതും കുഞ്ഞുങ്ങളാകാൻ ആഗ്രഹിച്ചതൊക്കെ. നിങ്ങളുടെ എല്ലാം ഈശോക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങളെ, ഈ സമയങ്ങളിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൃദയത്തിൽ, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു ജീസസ്, എനിക്ക് ഈശോയെ ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. ഈശോയോട് പറ. നിങ്ങൾ കുഞ്ഞുമക്കളെല്ലാവരും ഈശോയോട് പറയുകയാണ്, എൻ്റെ ഈശോയെ ഐ ലവ് യു, എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഈശോയെ. സ്വർഗത്തിൽ എനിക്ക് ഈശോയെ കാണാൻ നേരത്ത് ഈശോക്ക് ഒത്തിരി സന്തോഷമാകും, എനിക്കറിയാം. എൻ്റെ ഈശോയെ ഐ ലവ് യു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ കുറച്ച് കുറുമ്പൊക്കെ കാണിക്കും, പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഈശോയെ ഇഷ്ടം. ഈശോക്ക് എന്നെയും ഇഷ്ടമാണ്. ഞാൻ വിളിച്ച ഈശോ വരുമെന്ന് എനിക്കറിയാം. എൻ്റെ ഈശോ എൻ്റെ പൊന്നല്ലേ, എൻ്റെ ചങ്കല്ലേ. നിങ്ങളൊന്ന് പറഞ്ഞ ഈശോയോട്. ഈശോക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. നിങ്ങളൊന്ന് ഓർത്തേ, കുഞ്ഞുങ്ങൾ ഈശോയുടെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ കരളല്ലേ ഈശോയെ എന്ന് പറയുമ്പോൾ ഈശോ പൊട്ടിച്ചിരിക്കും. എന്നിട്ട് നിങ്ങളിങ്ങനെ കെട്ടിപ്പിടിക്കും, ഒരു ഉമ്മ തരും മുഖത്ത്, ഒരു ഉമ്മ. ഈശോ, നിങ്ങൾ സ്വപ്നം കണ്ടേ, ഉണ്ണീശോ ഇപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും കവിളുകളിൽ ഒരു ഉമ്മ തരുന്നുണ്ട്. താങ്ക് യു ജീസസ്. ഉണ്ണീശോയെ നന്ദി പറഞ്ഞ നിങ്ങൾ. ഈശോ ഉമ്മ തന്നില്ലേ, നന്ദി പറഞ്ഞേ. ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ആ പാട്ടിന്റെ വരികളൊന്ന് പാടി സ്വർഗത്തിൽ ആ പൂന്തോട്ടം ഒക്കെ എനിക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്ന ഈശോയോട് ആ ഈരടികൾ ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് പാടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. എല്ലാരും പാടിയേ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഒന്ന് പതുക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഈശോക്ക് നമുക്കൊന്ന് നന്ദി പറയാം. എല്ലാ മക്കളും എല്ലാ കുഞ്ഞുങ്ങളും രണ്ട് കരം ഒന്ന് പതുക്കെ ഉയർത്തിപ്പിടിച്ച് ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ഈശോയോട് നന്ദി പറ. നന്ദി ഈശോയെ, താങ്ക് യു ജീസസ്, ലവ് യു ജീസസ്, ഐ പ്രൈസ് യു ജീസസ്, ഹാലേലൂയ, ഹാലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഈശോയെ സ്തോത്രം, ഹാലേലൂയ. താങ്ക് യു ജീസസ്, ലവ് യു ജീസസ്, ഐ ലവ് യു, ഐ ലവ് യു ലോർഡ്, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുമക്കളെ, അങ്കിളിന് ഉറപ്പുണ്ട് ഈ സമയങ്ങളിൽ ഉണ്ണീശോ നിങ്ങളുടെ ചാരെ, നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു. നല്ലപോലെ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ണീശോയെ കാണാൻ പറ്റിയിട്ടുണ്ട്, ഉറപ്പാ. ഞാനൊരു രാജാവിന്റെ കഥ പറയാൻ. ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവിനെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ രാജാവിന്റെ ബർത്ത്ഡേ വന്നു ഒരു ദിവസം. രാജാവിന്റെ ബർത്ത്ഡേ, ജന്മദിനം കേട്ടോ. അപ്പൊ ഈ രാജാവ് ജന്മദിനത്തില് കൊട്ടാരം കുട്ടികൾക്ക് വേണ്ടി തുറന്നിട്ടു. എന്നിട്ട് പറഞ്ഞ രാജ്യത്ത് വല്ല വിളംബരം ചെയ്യാനാണ്. ഈ ബർത്ത്ഡേയുടെ ദിവസം എല്ലാ കുട്ടിപ്പട്ടാളത്തിനും എൻ്റെ രാജകൊട്ടാരത്തിലേക്ക് സ്വാഗതം.
അങ്ങനെ ഈ കുഞ്ഞുങ്ങളെല്ലാവരെയും രാജാവ് കൊട്ടാരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ, കുട്ടികളെല്ലാം ഇടിച്ച് കൊട്ടാരത്തിലേക്ക് കയറണാണ്. ഒരു കാര്യവും കൂടി രാജാവ് അവർക്കൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ തൊടുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുമേ കയറി പിടിക്കാം, തൊടാം, അത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം. ഇതങ്ങാട് കേട്ടപ്പോൾ കുഞ്ഞുങ്ങൾ ഓടി കൊട്ടാരത്തിൽ വിലപ്പെട്ട കുറേ കണ്ണി കണ്ടതൊക്കെ വലിയ ഡയമണ്ട്സ്, സ്വർണങ്ങൾ, വിലപിടിപ്പുള്ള പെയിന്റിങ്ങുകൾ, ചില സ്റ്റാച്ചുകൾ, കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന അത്രക്ക് ഭംഗിയുള്ള, ഇവർക്ക് തൊടുന്നതെല്ലാം സ്വന്തമാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഓട്ടിപ്പോയിട്ട് നിങ്ങളാണെങ്കിൽ എന്തുമേലൊക്കെ തൊടും ഒന്ന് ഓർത്ത് നോക്കിയേ. അയ്യോ, കണ്ടതും മേലൊക്കെ തൊട്ട് എല്ലാം വാരി എടുത്തോണ്ട് പിള്ളേർ ഓട്ടമാണ്, എനിക്കിത് കിട്ടി. എല്ലാവരും ഭയങ്കര സന്തോഷം. കാര്യം നല്ല സ്വപ്നം പോലും കാണാത്ത വിലപിടിപ്പുള്ള ഡയമണ്ട്സും സ്വർണ്ണമൊക്കെ പിള്ളേർ ഓ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പെൺകുട്ടി മാത്രം ഇങ്ങനെ മാറി നിൽക്കണാണ്. അവളൊന്നും എടുക്കുന്നില്ല. അപ്പൊ പതുക്കെ രാജാവ് ചോദിച്ചു, മോളെ നിനക്കെന്താ, നിനക്കൊന്നും വേണ്ടേ? അപ്പൊ ഇവള് പതുക്കെ ചിരിച്ചുകൊണ്ട്, എനിക്ക് വേണം, ഞാൻ തൊടാം. ഇവള് നേരെ വന്ന് തൊടുന്നത് ആരെയാണ്? രാജാവിനെ വന്ന് തൊടുകയാണ്. ആ പെൺകുട്ടിക്ക് രാജാവിനെ കിട്ടി. രാജാവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? രാജ്യം മുഴുവൻ കിട്ടി. പ്രിയപ്പെട്ടവരെ, ആ രാജ്യത്തിന്റെ മുഴുവൻ സൗഭാഗ്യവും ആ രാജാവിനെ തൊട്ടതോടുകൂടി ആ കുട്ടിക്ക് കിട്ടിയാൽ, പ്രിയപ്പെട്ടവരെ, ഈശോയെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. സ്വർഗം മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. സ്വർഗം വേണ്ടേ? മാലാഖമാരെ വേണ്ടേ? ചിറകുകളൊക്കെയുള്ള നമുക്ക് എല്ലാവർക്കും കാവൽ മാലാഖമാരുണ്ട്. ഈ മാലാഖമാരെയും സ്വർഗത്തിലെ മുഴുവൻ സൗഭാഗ്യങ്ങളും ഈശോയെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്വന്തമാക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈശോയെ സ്വന്തമാക്കാം. ഞാൻ ഈശോയെ സ്വന്തമാക്കിയ ഒരു കുഞ്ഞ് വിശുദ്ധയുടെ കഥ ഞാൻ പറയാം. അടുത്ത കഥ. പിള്ളേർക്ക് സന്തോഷമാണല്ലോ അല്ലേ? ഓക്കെ. കൊച്ചു റോസ പുണ്യവതി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ റോസക്ക് റോസാന്ന് പേര് വീഴാൻ ഒരു കാര്യമുണ്ട് കേട്ടോ. കാര്യം റോസ ജനിച്ചു വീണ ഉടനെ ഇങ്ങനെ തൊട്ടിലിൽ കിടക്കുന്ന റോസയെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ആൾക്കാരൊക്കെ ഒന്ന് നോക്കുമ്പോൾ മുഖത്തൊരു റോസാപ്പൂ ഇരിക്കുന്നത് പോലെയാണ്. അത്രക്ക് ഗ്ലാമറായിരുന്നു റോസ. അപ്പൊ അങ്ങനെയാണ് റോസാന്ന് പേര് വീണതിന്. റോസ വലുതായി വന്നപ്പോഴത്തേക്കും റോസക്കൊരു ചേട്ടനുണ്ട് കേട്ടോ. ഈ അമ്മ ഈ ചേട്ടനെ പഠിപ്പിക്കാൻ വിടും. അന്ന് കുറെ ദൂരെ പോകണം സ്കൂളിൽ. പക്ഷെ റോസ വളർന്നു വന്നപ്പോഴത്തേക്ക് റോസയെ സ്കൂൾ അകലെ ആയിരുന്നത് കൊണ്ട് അമ്മ പഠിക്കാൻ വിട്ടില്ല. റോസക്ക് സങ്കടമായി, എനിക്ക് പഠിക്കണം, അമ്മയുടെ പുറകെ നടക്കണം, അമ്മ എന്നെ പഠിപ്പിച്ചു തരൂ. അമ്മക്ക് സമയമില്ല. എപ്പോഴും റോസയുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവും. CNA വിശുദ്ധ കാതറിന്റെ ഒരു ജന്മകഥ, ഒരു ലൈഫ് സ്റ്റോറി ചെയ്തൊരു ബുക്കാണ്. എപ്പോഴും ഈ ബുക്കും പിടിച്ചുകൊണ്ട് റോസ ഇങ്ങനെ നടക്കും. എന്നിട്ട് പറയാം, അമ്മ എനിക്കതൊന്ന് വായിച്ചു തരുമോ? അമ്മ റെഡി, എനിക്ക് സമയമില്ല, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ഇവള് ചേട്ടന്റെ പുറകെ പോവും. ചേട്ടാ ഈ ബുക്കൊന്ന് എന്നെ പഠിപ്പിച്ചു തരുമോ, വായിച്ചു തരുമോ? ചേട്ടൻ പറയും, എനിക്ക് കുറെ പഠിക്കാനുണ്ട്, നീ പോയി കളിക്ക്, എനിക്ക് സമയമില്ല. റോസ സങ്കടപ്പെട്ട് പൂന്തോട്ടത്തിലൂടെ ഇങ്ങനെ ഈ ബുക്കും പിടിച്ച് നടക്കുന്നുണ്ട്. എന്ത് ചെയ്യും? ആരും അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, കളിക്കാനും ആരുമില്ല, സങ്കടപ്പെട്ട് നടക്കണ്. അങ്ങനെ നടക്കുന്ന റോസയുടെ അടുത്ത് പെട്ടെന്ന് ഒരു കോമള ബാലൻ, ഒരു ചെറിയ പയ്യൻ വന്നിട്ട് റോസയുടെ അടുത്ത് പറഞ്ഞേ, നമുക്ക് കളിച്ചാലോ? റോസക്ക് സന്തോഷമായി, എൻ്റെ കൂടെ കളിക്കാൻ ഒരാള്. അങ്ങനെ റോസയും ഈ പയ്യനും കൂടി കളിച്ച് കുറെ കളിയൊക്കെ കഴിഞ്ഞ അവസാനം ഈ പയ്യൻ പോകാൻ നേരത്ത് റോസയുടെ അടുത്ത് ചോദിക്കും, നമ്മൾ ഇത്ര നേരം കളിച്ചില്ലേ, ഒന്ന് പരസ്പരം പരിചയപ്പെടണ്ടേ? നീ ആരാണ്? നീ ഒന്ന് നിന്റെ പേരെന്താണെന്ന് ചോദിക്കും. റോസ പറയും, ഞാൻ ഉണ്ണീശോയുടെ റോസയാണ്. റോസ അങ്ങനെ പറയണത്, ഈശോയുടെ പേരും കൂട്ടിയാ പറഞ്ഞത്, ഞാൻ ഈശോയുടെ റോസയാണെന്ന്. അപ്പൊ ബാലൻ പറയും, ഓക്കെ സന്തോഷം, ഞാൻ പോട്ടെ എന്നാ. അങ്ങനെ പോലെ നിന്റെ പേരും കൂടി പറ. അപ്പോ ഈ ബാലൻ പറയാണ്, ഞാൻ റോസയുടെ പ്രിയപ്പെട്ട ഉണ്ണീശോയാണ്. റോസ ഞെട്ടിപ്പോ, ഉണ്ണീശോയാ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഉണ്ണീശോയാണ് മോളെ. അയ്യോ, അന്ന് പോലെ കുറച്ചുകൂടി കളിക്കാൻ. ഇല്ല, ഞാൻ പോവുകയാണ്, നിനക്ക് എന്താ വേണ്ട, നീ നിന്റെ ആഗ്രഹം പറയാൻ പറയും. റോസ പറയും, ആലോചിക്കും, എന്താണ് ഈശോയോട് ചോദിക്കേണ്ടത്? ഈശോയോട് ചോദിച്ചാൽ അപ്പം എന്തും കിട്ടും. റോസ പറയും, എനിക്കേ ഈ ബുക്ക് വായിക്കാൻ അറിയാൻ പോലെ എൻ്റെ അമ്മനെ പഠിപ്പിക്കാൻ വിടുന്നില്ല, അതുകൊണ്ട് ഈ ബുക്ക് ഒന്ന് വായിക്കാൻ പഠിപ്പിക്കണം. ഉണ്ണീശോ പറയും, നീ ആ ബുക്ക് തുറക്കാൻ പറയും. റോസ ബുക്ക് തുറക്കുന്നു. പച്ചവെള്ളം പോലെ വായിക്കണേണ്. ഒരു വലിയ ജ്ഞാനം റോസയുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു. ഈശോ അനുഗ്രഹിക്കണേണ്.
പ്രിയപ്പെട്ടവരെ, ഈശോ അനുഗ്രഹിച്ചിട്ട് ഈശോ പോയി. കുഞ്ഞുമക്കളെ, റോസ സന്തോഷത്തോട് ഓടി വീട്ടിൽ, അമ്മേ എന്നെ ഉണ്ണീശോ വായിക്കാൻ പഠിപ്പിച്ചു. അമ്മ പറയും, നീ പൊട്ടത്തനം പറയല്ലേ. റോസ അതേ അമ്മേ. അമ്മ പറയാം, നിന്ന് വായിച്ചേ. റോസ ബുക്ക് തുറന്ന് വായിക്കുന്നു. അമ്മയുടെ കണ്ണും മിഴിച്ചിങ്ങനെ ഇരിക്കുന്നതാണ്. കാര്യം, ഒട്ടും വായിക്കാൻ അറിയാൻ പോലാത്ത റോസ പച്ചവെള്ളം പോലെ വായിക്കുന്നു. നാട്ടുകാരെ കോടിക്കൂടി ഇതേ ഉണ്ണീശോ റോസയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ റോസയുടെ കഥ. ഒത്തിരി ഉണ്ട് കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ നിർത്തുന്നതാണ്. റോസ ഉണ്ണീശോയുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈശോക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ റോസ വേണ്ടെന്ന് നോക്കും. ഒരു ദിവസം ഒരു കാര്യം കൂടി പറയാം. ചേട്ടൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റോസക്ക് നല്ല ഭംഗിയുള്ള നീളം മുടിയാണ് കേട്ടോ. ഈ മുടിയിൽ കുറച്ച് ചെളി വീണപ്പോഴത്തേക്കും റോസ ദേഷ്യപ്പെട്ട് ചേട്ടൻ ചെടുത്തു. എൻ്റെ മുടിയിൽ എന്താണ് അഴുക്ക് വീഴ്ത്തിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് റോസ അകത്ത് കയറിയിട്ട് ഞാൻ ആവശ്യമില്ലാതെ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് വഴക്കിട്ടു, ദേഷ്യപ്പെട്ടു. ഈ മുടി കാരണമല്ലേ ഞാൻ ഈശോക്ക് എതിരായിട്ട് ചിന്തിച്ചത്, ദേഷ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ മുടി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കത്രി എടുത്തിട്ട് മുടി അങ്ങനെ വെട്ടിക്കളഞ്ഞു. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈശോയെ നമുക്ക് ഇതുപോലെ സ്നേഹിക്കണ്ടേ? നിങ്ങളുടെ ഒപ്പം ഇറങ്ങി വരും കേട്ടോ കളിക്കാൻ. റോസയുടെ കൂടെ പൂന്തോട്ടത്തിലൂടെ ഇറങ്ങി വന്ന ഉണ്ണീശോ മക്കളെ നിങ്ങളുടെ കൂടെയും വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യവും കൂടി, ഒരു ഉണ്ണീശോന്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോവാം. അതായത്, നിങ്ങളിപ്പോൾ റോസയുടെ കൂടെ കളിക്കാൻ വന്നത് കേട്ടു. കൊച്ചുനെല്ലി എന്ന് പറയുന്ന ഒരു കുഞ്ഞു വിശുദ്ധ ഉണ്ടായിരുന്നു. ഒരു 3.5 വയസ്സ് 4 വയസ്സൊക്കെ പറയാം. കൊച്ചുനെല്ലി, നെല്ലിക്ക ആ കാ അങ്ങോട്ട് കളഞ്ഞാൽ മതി, നെല്ലി കേട്ടോ. കേട്ടോ നിങ്ങൾ? കൊച്ചുനെല്ലി. ഈ നെല്ലി ഒരു കോൺവെന്റിലാണ് വളർന്നു വന്നത്. കോൺവെന്റിൽ അമ്മ മരിച്ചുപോയി. കോൺവെന്റിൽ വളർന്നു വരുന്ന കൊച്ചുനെല്ലി ഈശോനോട് ഇതേപോലെ, ഈ റോസൊക്കെ ഉണ്ടായിരുന്ന പോലെ, ഈശോ എന്ന് പറഞ്ഞാൽ ചങ്കാണ് നെല്ലിയുടെ. എപ്പോഴും ഈശോയോട് വർത്താനം പറയും, എപ്പോഴും പ്രാർത്ഥിക്കും. എന്ത് കൊതിയാണെന്നറിയോ ഈശോയെ സ്വീകരിക്കാനൊക്കെ. ഇങ്ങനെ പള്ളിയിലൊക്കെ വന്ന്. അപ്പൊ ഈ നെല്ലി ചെയ്യുന്നൊരു കാര്യമുണ്ട്. നെല്ലി, ഞാൻ ഈ ഒരു ഒറ്റ കാര്യം മാത്രം നെല്ലിയുടെ പറയുന്നുള്ളൂ കേട്ടോ, കുറെ ഉണ്ട്. ഞാൻ സമയം കിട്ടിയാൽ ബാക്കി ദിവസങ്ങളിൽ പറഞ്ഞുതരാം. കൊച്ചുനെല്ലി എല്ലാ ദിവസവും വൈകുന്നേരം തൻ്റെ വിസിലും എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരും. ചാപ്പലിൽ കയറിയിട്ട് അവിടെ ഒരു ഉണ്ണീശോന്റെ രൂപമുണ്ട്. ഈ രൂപത്തിന് മുമ്പിൽ വന്ന് ഭയങ്കര ഡാൻസാണ്. വിസിൽ ഊതി ഡാൻസ് കളിച്ചിരിക്കുന്ന കൊച്ചുനെല്ലി. കന്യാസ്ത്രീമാരൊക്കെ പോകുമ്പോൾ ഈ കൊച്ചുനെല്ലി വൈകുന്നേരങ്ങളിൽ കയറി പള്ളിയിൽ കയറി ഡാൻസ്. ഒരു സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു, നെല്ലി നീ എന്താണ് ഈ കിടന്ന് കളിക്കണത്? നെല്ലി പറയും, സിസ്റ്ററെ കാണാൻ പാടില്ലേ, എന്റെ കൂടെ ഉണ്ണീശോ കളിക്കുന്നുണ്ട്. സിസ്റ്റർ നോക്കുമ്പോൾ ഒരു ഉണ്ണീശോനെ കാണുന്നില്ല. സിസ്റ്ററെ എന്റെ കൂടെ ഉണ്ണീശോ കളിക്കുന്നുണ്ട്, സിസ്റ്റർ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. സിസ്റ്ററിന് ഭയങ്കര സംശയമായി. ചേടാ, യഥാർത്ഥത്തിൽ ഉണ്ണീശോ കൊച്ചുനെല്ലിയുടെ കളിക്കുന്നുണ്ടാവുമോ? സിസ്റ്റർ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. അവസാനം സിസ്റ്റർ കണ്ടുപിടിച്ച് ഒരു കാര്യം ചെയ്യാം. ഈശോയുമായിട്ടൊരു ബെറ്റ് വെച്ചു. എൻ്റെ ഈശോയെ, നീ സത്യമായിട്ടും നെല്ലിയുടെ കൂടെ കളിക്കുന്നുണ്ടെങ്കിൽ ഈ കോൺവെന്റിൽ എനിക്കൊരു അടയാളം വേണം, ഒരു അത്ഭുതം. ആ കോൺവെന്റിൽ ഒരു ബേക്ക് ഹൗസ് നിർമ്മിക്കാനായിട്ടുള്ള ഒരു 2 ലക്ഷം രൂപ വേണം. ഈ കാശ് എത്രയും പെട്ടെന്ന് എനിക്ക് ആരെങ്കിലും തന്നാൽ ഞാൻ വിശ്വസിക്കാം നീ കൊച്ചിനോട് കളിക്കണ്ടാവുന്നു. പ്രിയപ്പെട്ടവരെ, ഒരാഴ്ചക്കകം ഒരു കവർ കോൺവെന്റിലേക്ക് വരികയാണ്. ആ കോൺവെന്റിൽ ബേക്ക് ഹൗസ്, അത് ബ്രെഡൊക്കെ ബേക്ക് ചെയ്യുന്ന, ബണ്ണൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു ബേക്ക് ഹൗസ്, അത് നിർമ്മിക്കുവാൻ വേണ്ടുന്ന 2 ലക്ഷം രൂപ ഒരു അജ്ഞാത വനിത, ആരാണെന്നറിയില്ല, അയച്ചു കൊടുത്തിരിക്കുകയാണ്. സിസ്റ്ററിന്റെ കണ്ണും, റോസ അന്ന് അമ്മയുടെ അടുത്ത് പോയിട്ട് ഉണ്ണീശോ കളിക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മയുടെ കണ്ണ് തള്ളിയതുപോലെ ഈ സിസ്റ്ററിന്റെ കണ്ണും മിഴിച്ചുപോയി. അയ്യോ ദൈവമേ, നീ ശരിക്കും ഉണ്ണീശോ കൊച്ചുനെല്ലിയുടെ കളിക്കാൻ വരുന്നുണ്ട്, വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കൊച്ചുനെല്ലിയുടെയും കുഞ്ഞു റോസയുടെയും കഥ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, കുഞ്ഞുമക്കളെ നിങ്ങൾ വിളിച്ചാലും ഈശോ ഇറങ്ങി വരും. ഉണ്ണീശോ നിങ്ങളുടെ കൂടെ കളിക്കാൻ വരും. വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് ഉണ്ണീശോയുടെ കൂടെ കളിക്കണോ? വിളിക്ക്. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയെ. കുഞ്ഞ് മനസ്സിന്റെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ നിങ്ങളുടെ അപ്പന്റെയും അമ്മനേക്കാളൊക്കെ അധികം ഈശോക്ക് പറ്റും. കുഞ്ഞുങ്ങളൊന്ന് കരഞ്ഞാൽ ഈശോ ഓട്ടി വരും, നൊമ്പരങ്ങളെല്ലാം ഒപ്പിയെടുക്കും. സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം. ഓക്കെ, അതുകൊണ്ട് കുഞ്ഞുമക്കളെ, നമുക്ക് ഈശോയെ സ്വന്തമാക്കാം കേട്ടോ. ഉണ്ണീശോയെ സ്വന്തമാക്കാം. ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട് കേട്ടോ. കാവൽ മാലാഖ ഉണ്ടോ? ഉണ്ട്. ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മാലാഖമാര് നിങ്ങളുടെ ഒപ്പം പെടും.
നിങ്ങളുടെ വിശുദ്ധര് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സ്വർഗം മുഴുവനും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് കുഞ്ഞുമക്കൾ, ഇന്നത്തെ ദിവസം നമ്മുടെ ലാബ് കാറ്റിന്റെ സമയം അവസാനിക്കാറായി. നാളെ ഇതിലും മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്ക്. നല്ല അടിപൊളി പാട്ടുകളും ആക്ഷൻ സോങ്ങുകളും ആക്ടിവിറ്റികളും ക്ലാസ്സുകളും വീഡിയോസ് ഒക്കെ കണ്ട് നമുക്ക് ഈശോയോടൊപ്പം സന്തോഷിക്കാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, നമുക്ക് നാളെ കാണാം. ബൈ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.